വടശ്ശേരിക്കര കഴിഞ്ഞ് ചില കിലോമീറ്ററുകൾ മുന്നോട്ട് ചെന്നപ്പോൾ ഒരു സ്ത്രീ 2 കുഞ്ഞുങ്ങളുമായിട്ട് കരഞ്ഞുകൊണ്ട് ഈ ബസ്സിലേക്ക് കയറി വന്നു. ആ സ്ത്രീയോട് ചോദിച്ചു, എന്താ നിങ്ങൾ കരയുന്നത്, എന്താ നിങ്ങളുടെ പ്രശ്നം? അപ്പോഴവർ പറഞ്ഞ ഒരു കഥയുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്നുള്ള സീതത്തോട്ടിലേക്കുള്ള യാത്രയിൽ എൻ്റെ ഹൃദയത്തിൽ ഈ വേദന ഇങ്ങനെ നിന്നു. അടുത്ത സ്റ്റാൻസയിലെ വരികളും എനിക്ക് ഭയങ്കര ആകർഷകമായി തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അയൽക്കാരെ നമ്മൾ സ്നേഹിക്കാതെ എങ്ങനെ ദൈവത്തെ സ്നേഹിച്ചിടും. ലൈഫ് ഫോക്കസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് സുപ്രസിദ്ധ വേദാധ്യാപകനും നിരവധി ക്രൈസ്തവ ഗാനങ്ങളുടെ രചയിതാവുമായ സുവിശേഷകൻ അനിയൻ വർഗീസാണ്. നമുക്കദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം. താങ്കൾ എഴുതിയ ഗാനങ്ങളിലേറെ പ്രസിദ്ധമാണ് അന്യോന്യം സ്നേഹിക്കുവിൻ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ എന്ന ഗാനം. എനിക്ക് തോന്നുന്നത് മാരാമൺ കൺവെൻഷനിൽ തന്നെ വളരെയധികം പ്രചാരം നേടിയ ഒരു ഗാനമാണ്. ഇപ്പോൾ അത് 4 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ അതിൻ്റെ ഓർമ്മകൾ വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വരികയായിരുന്നു. എൻ്റെ ചോദ്യം, എന്തായിരുന്നു ഈ ഗാനത്തിൻ്റെ പിറവിയുടെ പിന്നിലെ കഥ? നമ്മുടെ കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ലൈഫ് ഫോക്കസ് മിനിസ്ട്രിയെക്കുറിച്ച് ധാരാളമായിട്ട് കേൾക്കാനിടയായിട്ടുണ്ട്. അതുമാത്രമല്ല, പല എപ്പിസോഡുകളും എനിക്ക് ശ്രദ്ധിക്കാനിടയായിട്ടുണ്ട്. വളരെ പ്രയോജനകരമായ ഒരു ശുശ്രൂഷയായിട്ടാണത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുമാത്രമല്ല, വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിലൊരു ചെറിയ പങ്ക് ഇന്ന് വഹിക്കാൻ എനിക്കും സാവകാശം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഓർപ്പിച്ചതുപോലെ ഏകദേശം 45 വർഷങ്ങൾക്ക് മുൻപാണ്, 44 വർഷം മുൻപാണ് ആ ഗാനം എഴുതുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പം അതിൻ്റെ പശ്ചാത്തലം ഒന്ന് പറയാനും അത് ജനങ്ങളിലേക്ക് എത്താനും ഇടയാകുന്നത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. 1981 ഞാൻ ആ പാട്ട് എഴുതുന്നത്. എൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്, അന്ന് ഞാൻ കുട്ടികളുടെ ഇടയിൽ ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ ബാലസംഘത്തിൽ, കർത്താവിൻ്റെ ദാസൻ എം.എച്ച്. സാറിൻ്റെ സ്വപ്നമായ ബാലസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സ്വഭാവം നമുക്കെല്ലാം ഉണ്ടായിരുന്നു. ഞാനും അന്ന് പത്തനംതിട്ട സെൻറ്ററിൻ്റെ SBS-ൻ്റെ പത്തനംതിട്ട സെൻറ്ററിൻ്റെ ഓർഗനൈസറായിട്ട് അല്പം നാളുകൾ ഞാനുണ്ടായിരുന്നു. അതുകൊണ്ട് സീതത്തോട്ടിലൊരു മീറ്റിംഗ് നടക്കുമ്പോൾ അവിടേക്ക് പോകാനായിട്ട് രാവിലെ ഞാൻ പത്തനംതിട്ട നിന്ന് ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി. 5 സ്റ്റാർ എന്ന ബസ്സിൻ്റെ പേരൊക്കെ തന്നെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആ ബസ് വടശ്ശേരിക്കര ചിറ്റാർ വഴി സീതത്തോടിന് പോകുന്ന ബസ്സാണ്. അപ്പോൾ അധികം ആളൊന്നുമില്ല, രാവിലത്തെ സമയമുണ്ട്. എനിക്ക് തോന്നുന്നൊരു 7 മണിക്ക് മുൻപാണ് ആ ബസ് പുറപ്പെട്ടത്. അധികം ആളൊന്നുമില്ല. വടശ്ശേരിക്കര കഴിഞ്ഞ് ചില കിലോമീറ്ററുകൾ മുന്നോട്ട് ചെന്നപ്പോൾ ഒരു സ്ത്രീ 2 കുഞ്ഞുങ്ങളുമായിട്ട് കരഞ്ഞുകൊണ്ട് ഈ ബസ്സിലേക്ക് കയറി വന്നു. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ 2 വയസ്സ് വരെ പ്രായമാണ്, നിൽക്കുന്ന പ്രായമാണ്. എന്നാൽ കൊച്ചു കുഞ്ഞുങ്ങളാണ്. അവർ കരയുന്നുണ്ട്. അവർ ബസ്സിനകത്ത് വന്നപ്പോൾ ഇവർ ഇന്നലെ കരഞ്ഞുകൊണ്ട് കയറിയതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അവരുടെ വസ്ത്രധാരണവും തലമുടിയും ഈ കുഞ്ഞുങ്ങളുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാനവിടെ പുറകിലൊരു സീറ്റ് ഉണ്ടായിരുന്നു, അവിടെ ഇരിക്കുകയാണ്. കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാനായിട്ട് ഈ സ്ത്രീയുടെ അടുത്ത് വന്നപ്പോൾ അവരുടെ ഈ പൈസ ഇല്ല കൊടുക്കാനായിട്ട്. അവരപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ടക്ടർ എന്തോ ആ സ്ത്രീയുമായി സംസാരിച്ചെങ്കിലും അവരെ ഇറക്കി വിട്ടില്ല. അവർ ആ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നു. അപ്പോൾ എനിക്കൊരു പിന്നിലിരുന്നൊരു വിഷമം പോലെ തോന്നിയിട്ട് എന്തോ കാരണമുണ്ടല്ലോ, ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ മുന്നോട്ട് ചെന്നു. ആ സ്ത്രീയോട് ചോദിച്ചു, എന്താ നിങ്ങൾ കരയുന്നത്, എന്താ നിങ്ങളുടെ പ്രശ്നം? അപ്പോഴവർ പറഞ്ഞ ഒരു കഥയുണ്ട്. സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കം അനുഭവിക്കുന്ന ഒരു കുടുംബമാണവർ. അത് കാരണം പൈസയ്ക്ക് എന്തോ അത്യാവശ്യം വന്നപ്പോൾ അടുത്ത വീട്ടിൽ ചെന്ന് പൈസ ചോദിച്ചു. അപ്പോൾ അവരുടെ പൈസ ഇല്ലാഞ്ഞിട്ട് അവരവരുടെ ഓർണമെൻറ്റ്സ് കൊടുത്തു. ഇത് കൊണ്ടുവന്ന് പണയം വെച്ചെടുത്തോളാൻ പറഞ്ഞു. അവർ ചിറ്റാറിൽ താമസിക്കുന്ന ഒരു സ്ത്രീയാണിവർ. പക്ഷെ വടശ്ശേരിക്കര കൊണ്ടുവന്നാണ് അത് പണയം വെച്ചത്. പണയം വെച്ച് പൈസ എടുത്തു. പക്ഷെ നാളുകളായിട്ടും തിരിച്ചെടുത്ത് കൊടുക്കാൻ പറ്റിയില്ല. അവർ നിരന്തരം ഇവരെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റാരോടോ കുറച്ച് പണം വാങ്ങി അതൊരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് അതുമായിട്ട് വടശ്ശേരിക്കരയ്ക്ക് ചിറ്റാർ ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്നു. ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഈ റോഡ് സൈഡിൽ തന്നെയാണ് വണ്ടി നിർത്തുക. അപ്പോൾ അവിടെ ഒരു കടയിൽ, തയ്യൽ കടയുടെ
ഈ തയ്യൽ മെഷീൻ്റെ ടേബിൾ തിണ്ണയ്ക്ക് കിടപ്പുണ്ട്. സാധാരണ മെഷീൻ മാത്രം എടുത്ത് അകത്ത് വെക്കും, ടേബിൾ പുറത്ത് തന്നെ. അന്നത്തെ കാലത്ത് ആരും എടുത്തുകൊണ്ട് പോകത്തില്ല. അതിൻ്റെ പുറത്തോട്ട് ഈ പൈസയും വെച്ചിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ നിന്നു. ഈ വടശ്ശേരിക്കരയ്ക്കുള്ള ബസ് വന്നപ്പോൾ ഓടി കുഞ്ഞുങ്ങളെയും കൊണ്ട് കയറി പൈസ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ കുറേ ദൂരം ബസ് വന്നപ്പോഴാണ് കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വരുമ്പോഴാണ് പൈസ ഇല്ല, എടുക്കാൻ മറന്നുപോയെന്ന് മനസ്സിലാകുന്നത്. അവിടെ ഇറങ്ങി തിരിച്ചു വരുന്ന ഈ ബസ്സിൽ കയറി. അതാണ് സംഭവം. അപ്പോൾ ആ ബസ്സിൽ ഇരിക്കുന്ന ആർക്കും ഇവരുടെ സങ്കടത്തിൽ ഒരു പങ്ക് വഹിക്കാൻ തോന്നിയില്ല, അല്ലെങ്കിൽ ഒന്നും ചോദിക്കുന്ന പോലുമില്ല. ഞാൻ അവരോട് ചോദിച്ചു, മനസ്സിലാക്കി, ഞാൻ വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ്, പക്ഷേ എന്നോടും ആരും ചോദിക്കുന്നില്ല. ഞാൻ പിന്നെ അവിടെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ സൈഡിൽ ഇരുന്നു. ദൈവമേ, ആ പണം തിരിച്ച് കിട്ടണമേ എന്നുള്ള പ്രാർത്ഥനയോടെ. അങ്ങനെ ബസ് ചിറ്റാറിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ റൈറ്റ് സൈഡിലായിരുന്നു. അതുകൊണ്ട് ഞാൻ കണ്ടു, ആ ടേബിൾ കണ്ടു, അതിൻ്റെ പുറത്തെ ചുമന്ന തുണി പൊതിക്കട്ടെ അവിടെ ഇരിക്കുന്നതായിട്ട് കണ്ടു. ഒരു സഹോദരി അവരുടെ കൈ കുത്തി നിൽപ്പുണ്ട്. ഈ ഞാൻ വരുന്ന ബസ്സേ പോകേണ്ട ആളാണ്, അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ആ സ്ത്രീ ഇറങ്ങി ആ പൈസ എടുത്തു. പിന്നത്തെ കാര്യം എനിക്കറിയത്തില്ല, ഞാൻ ചിറ്റാറിൽ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചു വിട്ടൊന്നും ആവശ്യം വന്നില്ല. അന്ന് വണ്ടിക്കകത്തിരിക്കുന്നവർ സഹായിക്കാമെങ്കിൽ ഇവർക്ക് സമാധാനം ഉണ്ടാകുമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ ഞാൻ അവിടെ നിന്നുള്ള സീതത്തോട്ടിലേക്കുള്ള യാത്രയിൽ എൻ്റെ ഹൃദയത്തിൽ ഈ വേദന ഇങ്ങനെ നിന്നു. ഒരു സാധു സ്ത്രീ, അവരുടെ നിസ്സഹായതയിൽ, സങ്കടത്തിൽ ആരും ഒന്ന് പങ്കുചേരുന്നില്ലല്ലോ നമുക്ക്. അതുകൊണ്ടാണ് ആദ്യം ഞാൻ എഴുതുന്ന വരികളതാ: അന്യർതൻ ദുഃഖത്തിൽ പങ്കുചേർന്ന് ഇടണം, ആർദ്രത കാട്ടിടണം, ഉള്ളതിൽ പങ്ക്. നമ്മൾക്ക് അന്നത്തെ കാലത്തൊക്കെ സാമ്പത്തികമായി എല്ലാവരും ഞെരുക്കുള്ളൂ, പക്ഷെ ഉള്ളതിൽ പങ്ക് നാം അറിഞ്ഞു നൽകണം. ഉള്ളതിൽ പങ്ക് നാം അഗതികൾക്കായി അറിഞ്ഞു നൽകണം എന്നുള്ള ആ വരികൾ തുടർന്നുള്ള യാത്രയിൽ കർത്താവ് എനിക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു. അത് ഞാൻ ഒരു പേപ്പർ എടുത്ത് എഴുതി വെച്ചു. പിന്നെ ഒരു വർഷത്തോളം എടുത്തു അതിൻ്റെ ബാക്കി വരികളൊക്കെ സ്വർഗത്തിലെ ദൈവം തരാനായിട്ട്. അങ്ങനെയാണ് ആ പാട്ടിൻ്റെ പിറവി ഉണ്ടാകുന്നത്. 84 തോന്നുന്നു മാരാമൺ കൺവെൻഷൻ അത് വരികയും ധാരാളം പേര് പാടുകയും ധാരാളം പേർക്കത് ഒരു ആശ്വാസമായി തീർന്നു. തന്നെയല്ല, അനേകർക്ക് കൊടുക്കാനുള്ള ഒരു പ്രേരണ ലഭിച്ചു എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെയാണ് ആ പാട്ടിൻ്റെ പിറവി. വളരെ സന്തോഷം ആ കഥ കേൾക്കുവാനിടയായതിൽ. സാധാരണ ഈ ഗാനം അതിൻ്റെ ആശയം തന്നെ വളരെയധികം ശക്തമായ ഹൃദയത്തിൽ സ്പർശിക്കുന്നതാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ മാരാമൺ കൺവെൻഷനുകളിലെല്ലാം അതിൻ്റെ കാസറ്റുകളും സീഡികളൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഈ പള്ളികളിലെയൊക്കെ റെക്കോർഡ് വെക്കുമ്പം ഇത് മുഴങ്ങി കേൾക്കും. അങ്ങനെ ഇത് ആരാണ് എഴുതിയത് എന്നറിയുന്നതിന് മുമ്പ് തന്നെ ഈ പാട്ടെൻ്റെ ഹൃദയത്തിൽ വന്ന് കയറിയിട്ടുണ്ട്. ഇത്ര മനോഹരമായ അതിൻ്റെ ഈണം നൽകിയതാരാണ്? അത് ആറന്മുള ബേബി എന്ന് പറയുന്നൊരു ദേവദാസനാണ്. അദ്ദേഹം എൻ്റെ പല പാട്ടുകൾക്ക് ട്യൂൺ നൽകിയിട്ടുണ്ട്. അതൊക്കെ മാരാമൺ കൺവെൻഷനിൽ പാടിയിട്ടുണ്ട്. ഒരു അനുഗ്രഹീത ദൈവദാസനാണ്. അതിനകത്ത് ആദ്യത്തെ പല്ലവിയിൽ തന്നെ സ്നേഹിച്ചു ജീവൻ തന്നവൻ നാഥൻ സ്നേഹമായി ഓതുന്നിത. അപ്പോൾ ഈ സ്നേഹിക്കണമെന്നുള്ള കൽപ്പന നൽകിയത് ഈ കർത്താവാണ്. കർത്താവിൻ്റെ പ്രത്യേകത അവിടെ എഴുതിയിരിക്കുന്നത് അവൻ ജീവൻ തന്നു സ്നേഹിച്ചു എന്നുള്ളതാണ്. എന്താണ് അങ്ങനെ എഴുതുവാനായിട്ട് പ്രേരണമായത്? നോക്കുക, അവിടുത്തെ ആശയം എന്ന് പറയുന്നത്, പിന്നീടാണ് ആ വരികൾ എനിക്ക് കിട്ടുന്നത്, കർത്താവ് തരുന്നത്. എങ്കിലും നമ്മളോട് ആർദ്രത തോന്നിയിട്ടാണ് കർത്താവ് സ്വർഗം വിട്ട് നമ്മളെവിടെ പാർക്കുന്നോ ആ ഭൂമിയിലേക്ക് വന്ന് തനിക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലുത്, ഏതൊരു വ്യക്തിക്കും കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലുത് തൻ്റെ ജീവനാണ്. ആ ജീവൻ തന്ന് നമ്മളോട് ആർദ്രത കാണിച്ച് തൻ്റെ ജീവൻ പോലും തന്നെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ആർദ്രത കാണിക്കണം. ദൈവമക്കളെ നമ്മൾ ആർദ്രത കാണിക്കുമ്പോൾ നമ്മൾ ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാകേണ്ടതാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിലും കൊടുക്കണം. അങ്ങനെയാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാണ്. ഇല്ലെങ്കിലും നമുക്കുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവെക്കണമെന്നുള്ള ആ ഒരു ആശയം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി എൻ്റെ ഹൃദയത്തിൽ തന്നപ്പോഴാണ് ആ വരി അങ്ങനെ തന്നെ എഴുതിയത്. അന്യോന്യം സ്നേഹിക്കുവാൻ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവാൻ, സ്നേഹിച്ചു ജീവൻ നൽകിയ നാഥൻ സ്നേഹമായിട്ട് നമ്മളോടത് വളരെ സ്നേഹത്തോടെ ആവശ്യപ്പെടുകയാണ്. എനിക്കൊന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ ആ ഒരു കൽപ്പന അത്രയും ശക്തമായിട്ട് പറയാൻ കഴിയുള്ളൂ. കാരണം ജീവൻ തന്ന് സ്നേഹിച്ച ഒരാൾക്കേ പറയാൻ പറ്റുള്ളൂ, നിങ്ങളും സ്നേഹിക്കണം. അതെ, അത് കർത്താവിൻ്റെ ഒരു പ്രത്യേകത. താൻ ചെയ്യാത്തതൊന്നും ചെയ്യാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്ന്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്നാണ്. അത് കർത്താവിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. പക്ഷേ കർത്താവിൻ്റെ മക്കളായ ദൈവമക്കളായ നമ്മിൽ അത് ഉണ്ടാവണം. ദൈവം അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. താങ്കൾ പൂർണ്ണ സമയ സുവിശേഷ വേല ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ താങ്കളുടെ ജീവിത ചരിത്രത്തെക്കുറിച്ചൊരു അവലോകനം ചെയ്തപ്പം ദീർഘനാളുകൾ ഗൾഫിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗൾഫിലെ നല്ലൊരു ജോലിയൊക്കെ രാജിവെച്ചിട്ട്
ഇങ്ങനെ പൂർണ്ണ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണം എന്നുള്ള പ്രേരണയുണ്ടായത്? നല്ല ഒരു ചോദ്യമാണ്. സന്തോഷമുണ്ട് ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. അനേകർക്കത് പ്രയോജനമായി തീരട്ടെ എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ മസ്കറ്റിലാണ് ജോലി ചെയ്തത്. മസ്കറ്റ് ജോലി ചെയ്തത് 10 വർഷമാണ്. 84 മുതൽ 94 വരെയുള്ള 10 വർഷമാണ് ഞാൻ മസ്കറ്റ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അന്ന് അവിടെ ദൈവദാസന്മാർ പലരും ശുശ്രൂഷകൾക്കായിട്ട് വരും. അപ്പോൾ അവരെ എയർപോർട്ടിൽ പോയി കൊണ്ടുവരാനും തിരിച്ച് കൊണ്ടുവിടാനും അവിടെ ഒക്കെയുള്ള എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ അവരെ കൊണ്ടുപോകാനും ഒക്കെയുള്ള ഒരു ഉത്തരവാദിത്വ സഭ എന്നെ ഏൽപ്പിച്ചിരുന്നത്. എനിക്ക് വാഹനം ഉണ്ടായിരുന്നു, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നു. അപ്പം എനിക്കതിനുള്ള സമയമുണ്ട്. എൻ്റെ ജോലി സംബന്ധമായി എനിക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ദൈവദാസന്മാർ വരികയും അവരുമായിട്ടുള്ള അടുത്ത ഇടപെടലും അവരുടെ ശുശ്രൂഷകളും അവരുടെ ടെസ്റ്റ് മണിയും ഒക്കെ കേട്ടപ്പോൾ എന്തുകൊണ്ടും എൻ്റെ ഹൃദയത്തിൽ ഒരു താല്പര്യമുണ്ടായി. ഞാനും ഈ ലോകത്തിന് വേണ്ടി ഇങ്ങനെ ഓടി എന്തെങ്കിലുമൊക്കെ ലോകത്തെ സമ്പാദിച്ചു പോയാൽ പോരല്ലോ, കർത്താവിന് വേണ്ടി വല്ലതും ചെയ്യണമല്ലോ എന്നുള്ള ചിന്താഗതി ഇങ്ങനെ മനസ്സിലുണ്ട്. നാളുകളായിട്ട് അതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് ശക്തമായി വരുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം വേർതിരിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വാസ്തവമായിട്ട് കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു എന്നെനിക്ക് അറിയണമല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ അത് ഏകദേശം 1 വർഷത്തോളം തുടർന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ഒരു പ്രത്യേകതയുണ്ട്. അന്ന് ഞാൻ ആ കമ്പനിയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തേക്ക് എനിക്ക് പ്രൊമോഷൻ കിട്ടിയ സമയമാണ്. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ സ്ഥലത്ത്. അപ്പോഴാണ് എനിക്ക് ഫാമിലി സ്റ്റാറ്റസ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ വൈഫിനെയും കുഞ്ഞുങ്ങളെയും അവിടെ കൊണ്ടുവന്നു, അവരെ സ്കൂളിൽ ചേർത്തു. പക്ഷേ ശക്തമായിട്ട് ആ സമയത്താണ് ഇത് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള ഈ പ്രേരണ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലി വിടണമോ ജോലി തുടരണമോ എന്നുള്ള ചിന്താഗതിയും, അപ്പോൾ വേലയ്ക്ക് വാസ്തവമായി വിളിച്ചിട്ടുണ്ടെങ്കിൽ വേണമല്ലോ ഇറങ്ങാൻ. അങ്ങനെ പ്രാർത്ഥിച്ച് ഏകദേശം 1 വർഷമാകുമ്പോൾ കർത്താവ് ശക്തമായിട്ട് ഒരു ദിവസം ഞാനിങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ചു. നിന്നെക്കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതല്ല, ഇവിടെ ചില കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ല, പൂർണ്ണ സമയം എൻ്റെ വേല ചെയ്യാനായിട്ട് ഞാൻ നിന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്, ഇനി അത് നീട്ടി വയ്ക്കരുത് എന്ന് ഒരു ശബ്ദം കേട്ടു. അപ്പോൾ അന്ന് ഞാൻ പെട്ടെന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് വൈഫിനെ വിളിച്ചിട്ട് ഞാൻ വൈഫിനോട് പറഞ്ഞു, വൈഫ് ഒക്കെ അവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെ കർത്താവ് എന്നോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് എനിക്ക് പറയാൻ എളുപ്പമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് കർത്താവിനോട് സംസാരിച്ചിരിക്കുന്നു, ഇപ്പോൾ നിങ്ങൾ തിരിച്ച് കുഞ്ഞുങ്ങൾ TC ഒക്കെ വാങ്ങി നാട്ടിൽ പോകേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കർത്താവിനോട് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായിരിക്കുമല്ലോ. കേട്ടപാടെ എൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും കേൾക്കാൻ എനിക്ക് വളരെ സന്തോഷമാണ് എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ TC വാങ്ങിച്ച് തിരിച്ച് നാട്ടിൽ വിട്ടു. ഞാൻ റിസഗ്നേഷൻ കൊടുത്തു. പക്ഷേ പിന്നെ ഏകദേശം 1.5 വർഷം കൂടെ എൻ്റെ ജോലി തുടരേണ്ടി വന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പാസ്പോർട്ടൊക്കെ അവരുടെയിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥനയോട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഉയർന്നു വന്ന ഒരു കമ്പനിയാണത്. ഞാൻ ചെല്ലുമ്പോൾ 22 പേര് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറയുന്ന സമയത്ത് 300-ലധികം പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ 3 രാജ്യത്തു നിന്നുള്ള ഒരു 300ഓളം പേര് ജോലി ചെയ്യുന്ന ഒരു വലിയ കമ്പനിയായിട്ട് ഉയർന്നതുകൊണ്ട് ഞാൻ പോകുമ്പോൾ അവർക്ക് ക്ഷീണം ഉണ്ടാകുമെന്ന് അവർക്ക് തോന്നിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ പോകുന്നത് മറ്റൊരു ജോലിക്ക് വേണ്ടിയല്ല, പകരം ഞാൻ അള്ളാഹുവിൻ്റെ ജോലി, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതിനു വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ അവർ പാസ്പോർട്ട് തരാതെ 1.5 വർഷം എന്നെ പിടിച്ചോടെ നിർത്തി. ആ 1.5 വർഷത്തെ എൻ്റെ പ്രാർത്ഥന, കർത്താവേ ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് അങ്ങനെ വലിയ ശുശ്രൂഷകളൊന്നും ചെയ്ത് പരിചയവുമില്ല, അറിവുമില്ല. ഇപ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ചത് ഒരു കാര്യം മാത്രം പറയാം, അത് കേരളത്തിലേക്ക് ചെല്ലുക, നമ്മുടെ പ്രവർത്തനമോ സഭയോ ഒരു വിശ്വാസിയോ പോലും ഇല്ലാത്തൊരു സ്ഥലം, നമ്മുടെ വേർപെട്ട ദൈവജനത്തിൻ്റെ സഭയോ അവിടെ നിരന്തരമായ പ്രവർത്തനമോ ഒരു വിശ്വാസി പോലും ഇല്ലാത്തൊരു സ്ഥലം തിരഞ്ഞെടുത്തിട്ട് അവിടെ പോയി വീടുകൾ കയറി ഇറങ്ങി സുവിശേഷം അറിയാവുന്ന പോലെ പറയാൻ പറഞ്ഞ്, ഇങ്ങനെയാണ് ഞാൻ കർത്താവിൻ്റെ വേലയിലേക്ക് വരുന്നത്. ഇപ്പോൾ അനേക വർഷങ്ങളായി ഈ വേലയുടെ മുഖത്തായിരിക്കുന്നത്. അപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലെന്ന് മാത്രമല്ല, കുറച്ചുകൂടെ നേരത്തെ കർത്താവിൻ്റെ വേലയിലായിരിക്കേണ്ടത് അതായിരുന്നു ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കൽ പോലും എടുത്ത തീരുമാനം തെറ്റാണെന്ന് തോന്നിയിട്ടില്ലെന്നല്ല, 100% ശരിയെന്ന് മാത്രമാണ് തോന്നിയിട്ടുള്ളത്. പല ചെറുപ്പക്കാരും ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ വേല ചെയ്യണം എന്നൊക്കെയുള്ളൊരു നിയോഗമുണ്ട് എന്ന് തോന്നുമ്പോഴും അങ്ങനെ പോയാൽ നമ്മുടെ ഭാവി എന്തായിത്തീരും, ആര് നമ്മുടെ കാര്യം നോക്കും എന്നൊക്കെ ഒരു സംശയം പ്രകടിപ്പിക്കാറുണ്ട്.
താങ്കളുടെ അനുഭവത്തിൽ നിന്നും അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ കഴിയും? പറയാൻ തീർച്ചയായിട്ടും അങ്ങനെ ചിലർ എന്നോടും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ആ ഉത്തരം പറയുന്നത് ശരിയാണ്, ആവശ്യമാണ്. കർത്താവ് വിളിച്ചെങ്കിൽ അത് ഒന്ന് ഉറപ്പ് വരുത്തണം. കർത്താവ് എന്നെ, നമ്മളെല്ലാം വേല ചെയ്യേണ്ടവരാണ്. അത് സുവിശേഷകൻ എന്നൊന്നുമില്ല, രക്ഷിക്കപ്പെട്ട മുഴുവൻ പേരും നമുക്ക് ചെയ്യാവുന്ന പോലെ കർത്താവിൻ്റെ വേല ചെയ്യണം. എന്നാൽ പൂർണ്ണ സമയം അതിനായിട്ട് സമർപ്പിച്ച് വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുക എന്നുള്ളത്, കർത്താവ് അതിനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ കണ്ണുമടച്ചിറങ്ങിക്കോ, വിളിച്ചവൻ വിശ്വസ്തൻ. ഒന്നും നോക്കരുത്, ഇടം വലം നോക്കരുത്, ഒന്നും നോക്കാതെ കർത്താവ് വിളിച്ചെന്നുള്ള ഉറപ്പ് അത് കൺഫേം ചെയ്തുകൊണ്ട് കർത്താവിനെ സമർപ്പിച്ചങ്ങ് ഇറങ്ങിക്കൂ. കർത്താവ് നോക്കിക്കോളും സകല കാര്യങ്ങളും. അത് ഇത് പറയുമ്പോൾ സുഭിക്ഷമായി നടത്തിക്കോളുമെന്നല്ല, പട്ടിണിയായിരിക്കും, ഒരു വിഷമവും നമുക്ക് തോന്നത്തില്ല. സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധികൾ നേരിടും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് അത് തോന്നത്തില്ല. അവിടെയാണ് അതിൻ്റെ പട്ടിണിയാണ്. ഒരു ദിവസം ഭക്ഷണമില്ല, ഒരു പ്രയാസവും ഇല്ല. സാമ്പത്തിക കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഫീസ് കൊടുക്കേണ്ട സമയമാണ്, കൊടുക്കാനില്ല. പക്ഷെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നത്തില്ല. പക്ഷേ ദൈവം അത് കരുതും. ദൈവം അത് ഏതെങ്കിലും ഒരു വഴി കൂടെ അത് അവസാന ദിവസമായിരിക്കും ചിലപ്പോൾ കരുതും. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇറങ്ങാം. ഒറ്റ കാര്യം ആവർത്തിച്ച് പറഞ്ഞേ പറ്റൂ, ദൈവം വിളിച്ചിരിക്കുന്നു എന്നുള്ള ഉറപ്പ്, ആ ബോധ്യം ഉറപ്പായിട്ടുണ്ടായിരിക്കണം. പലപ്പോഴും സമൃദ്ധിയുള്ള പലർക്കും സമാധാനമില്ല. എന്നാൽ കർത്താവ് വിളിച്ചിറക്കുന്ന ദൈവദാസന്മാർക്ക് സുഭിക്ഷതയില്ലായിരിക്കും, പക്ഷേ അതിൻ്റെ നടുവിൽ സമാധാനം അനുഭവിക്കാൻ കഴിയും. തീർച്ചയായിട്ടും. അപ്പോൾ താങ്കൾ ഈ പാട്ടിൻ്റെ പിന്നാമ്പുറ കഥ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു മിഷണറിയുടെ ഒരു ഹൃദയമിടിപ്പ് ആ വരികളിൽ കേൾക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് അന്യർ തൻ ദുഃഖത്തിൽ പങ്കുചേർന്നിടണം, ആർദ്രത കാട്ടിയിടണം, ഉള്ളതിൽ പങ്ക് നാം അഗതികൾക്കായി അറിഞ്ഞു നൽകണം മടിച്ചിടാതെ. അപ്പോൾ ഞാൻ പല മിഷണറിമാരുടെ ചരിത്രം എൻ്റെ മനസ്സിൽ കൂടെ കടന്നു വരുന്നുണ്ട്. വളരെ സുഭിക്ഷമായി കഴിഞ്ഞിരുന്ന അവരുടെ പശ്ചാത്തലത്തിൽ നിന്നും ഇന്ത്യ പോലെയുള്ള അന്നത്തെ ദരിദ്രമായ അവസ്ഥയിലേക്ക് പലരും വന്ന് സാധാരണക്കാരുടെ നിലയിലേക്ക് താണിറങ്ങി വന്ന് വളരെ കഷ്ടതകൾ അവർ സഹിക്കുക. അപ്പോൾ അവർ ഇതേ മനോഭാവമാണ് അവർ പുലർത്തിയിരുന്നത്. അപ്പോൾ ഇതൊക്കെ എഴുതിയ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ അങ്ങനെ ചില മിഷണറിമാരുടെ ഓർമ്മകൾ മനസ്സിൽ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഈ കർത്താവ് നമ്മളെ എന്നെ വിളിച്ചത്, അല്ലെ അതിൻ്റെ കൺഫർമേഷൻ കിട്ടുന്നത് 92-ലാണ്. ഈ പാട്ട് എഴുതിയത് 81-ലാണ്. 85-ൽ എഴുതിയ ഒരു പാട്ടാണ് ദൈവസന്നിധവും ഞാൻ സ്തോത്രം പാടുന്നുള്ളത്. ആ പാട്ടിനകത്തൊക്കെ ഞാൻ അറിയാതെ, ദൈവം തരുന്ന വരികളാണല്ലോ, ആ പാട്ടിനകത്തൊക്കെ ഭാവി കാലത്ത് ഈ നിലയിലുള്ള ശുശ്രൂഷയിലേക്ക് വരുമെന്നുള്ള ആശയങ്ങളുണ്ട്. ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞു, ഒരിക്കലും ഒരു സുവിശേഷകനെ, കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിക്കപ്പെടുന്നവന് അന്യരുടെ ദുഃഖത്തിൽ പങ്കു ചേരാത്ത ഒരാളിനെ ആ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഒരാളോട് സുവിശേഷം പറയുന്നതിന് എന്തുകൊണ്ടാണ്, അയ്യോ ആ വ്യക്തി നരകത്തിലേക്ക് പോകുന്നു, നിത്യനാശത്തിലേക്ക് പോകുന്നു എന്നുള്ള ആ സങ്കടമാണ് നമ്മളെ അവരിലേക്ക് സുവിശേഷം പറയാനായിട്ട് എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ആശയം ദൈവസന്നിധം എന്നുള്ള പാട്ടിനകത്ത് ഒടുവിൽ അതൊരുവരുണ്ട്. വിളിച്ചു എന്നെ വെളിച്ചമാക്കി വിളിച്ചവനായി ശോഭിക്കുവാൻ ഉളി വിതറും തൻ തെളിവചനം എളിയവൻ എങ്ങും ഘോഷിക്കും. അന്നങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. ദൈവവചനത്തെക്കുറിച്ചുള്ള ധാരണ എനിക്കില്ല, പ്രസംഗിക്കാൻ അറിയത്തില്ല, പ്രസംഗിച്ചിട്ടില്ല, ഇതൊന്നുമില്ലാത്ത ആൾ അന്ന് 85-ൽ, ഇത് 81-ലും 85-ൽ എഴുതിയ പാട്ടാണ് അത് ദൈവസന്നിധം. അതിനകത്ത് എഴുതിയെങ്കിൽ ദൈവത്തിന് എന്നേ പദ്ധതി ദൈവത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരർത്ഥത്തിൽ ചെറിയ പ്രായം മുതൽ തന്നെ എനിക്ക് പ്രയാസം അനുഭവിക്കുന്നവരോടുള്ള ഒരു അനുകമ്പ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ അത് ഡെവലപ്പ് ചെയ്ത് വന്നു എന്നുള്ളതാണ്. അപ്പോൾ മിഷണറിമാരെ കുറിച്ച് ചോദിച്ചു, ഞാൻ പറഞ്ഞില്ല, അത് ശരിയാണ്. 1-2 കാര്യം പറഞ്ഞു. ഇന്ന് ആനുകാലിക ഈ കാലത്ത് പറയാവുന്ന ഒരു കാര്യം ഗ്രഹാം സ്റ്റെയിൻസ് തന്നെയാണ്. അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹം ഓസ്ട്രേലിയയല്ലേ? അവിടുത്തെ ഓസ്ട്രേലിയ നമ്മളെല്ലാം ഇന്ന് അങ്ങോട്ട് പോവല്ലേ എന്ന് പറഞ്ഞാൽ അത് സമ്പന്നതയുള്ള രാജ്യമാണ്. അദ്ദേഹം അവിടെ സുഖമായി സമ്പന്നമായി ജീവിക്കേണ്ട ഒരു അനുഗ്രഹീതനായ ദൈവദാസൻ. അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു ദേശത്ത് വന്ന് അവിടുത്തെ കുഷ്ഠരോഗികൾ,
അവരുടെ നമുക്കറിയാം കുഷ്ഠരോഗികളെ ഇന്ന് നമ്മൾ അധികം കാണുന്നില്ലെങ്കിലും കുഷ്ഠരോഗികൾ ധാരാളം ഒരു കാലത്തുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണുന്നില്ല. ഒരു പക്ഷേ അവർ പ്രത്യേക സ്ഥലത്ത് കൊണ്ട് പാർപ്പിക്കുന്നതായിരിക്കും. വിരലുകളില്ലാത്തവരെ നമ്മൾ കണ്ടിട്ടുണ്ട്, പഴുത്ത വിരലുകളും ഒക്കെ ആയിട്ട്. അവർക്ക് ചോറ് വാരി ഭക്ഷണം വാരി കഴിക്കാൻ അവർക്ക് വിരലുകളില്ല. പക്ഷേ അദ്ദേഹം ചോറ് വാരി അവരുടെ ഒരു പക്ഷേ ചുറികളും ഒക്കെ പഴുത്ത് ഒക്കെ ആയിരിക്കും, ചോറ് വാരി കൊടുത്ത് ഫീഡ് ചെയ്ത ഒരു ദൈവദാസൻ എന്ന് പറയുമ്പോൾ അത് വല്ലാതെ എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് നമുക്കറിയാം, അവരെ ജീപ്പിനകത്തിട്ട് കത്തിച്ച് കളയുകയാണ് ചെയ്തത്. ദൈവസ്നേഹമില്ലാത്തവർ, നമ്മൾ സുവിശേഷ വിരോധികളെന്നൊക്കെ പറയുമ്പോൾ ദൈവസ്നേഹം അറിയാത്തവർ അത് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജീവിക്കുന്ന രക്തസാക്ഷിയായി അവിടെ നിന്നു. എന്നാൽ ഇത് ഇത്രയും കണ്ടപ്പോൾ ഇനി ഈ ശുശ്രൂഷ നിർത്തിപ്പോകാവുന്നല്ല, തനിക്ക് ചെയ്യാവുന്നിടത്തോളം ആ ശുശ്രൂഷ ഉണ്ടെന്നു. ഇതെൻ്റെ ഹൃദയത്തെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതിൻ്റെ മുൻപിൽ നമ്മൾ എത്ര പരിശ്രമിച്ചാലും ചെയ്യുന്നതൊന്നും ഒന്നുമില്ല എന്നുള്ളതാണ്. അത് ആനുകാലികമായി എനിക്ക് പറയാൻ പറ്റുന്ന ഒരു 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 അനുഗ്രഹീത ദൈവദാസനാണ്, മിഷണറിയാണ് ഗ്രഹാം സ്റ്റെയിൻസ്. ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ പ്രിയ പത്നി ഗ്ലാഡിസ് സ്റ്റെയിൻസ് തൻ്റെ ഭർത്താവിനെയും 2 പിഞ്ച് മക്കളെയും ജീവനോടെ ചുട്ടരിച്ച വ്യക്തികളെക്കുറിച്ച് അവർ പറഞ്ഞത്, എനിക്ക് ആരോടും പകയില്ല, ഞാൻ അവരോട് ക്ഷമിക്കുന്നു എന്നാണ്. ഞാനപ്പോൾ ചിന്തിക്കുകയായിരുന്നു, താങ്കളുടെ ഈ ഗാനത്തിൻ്റെ അടുത്ത ഒരു സ്റ്റാൻസയിൽ ആരോടും കോപിക്കുന്നില്ല, എല്ലാവരോടും ക്ഷമിക്കുവാൻ, എല്ലാം സഹിക്കുവാൻ, എല്ലാം ക്ഷമിക്കുവാൻ ശ്രീയേശു നമ്മോട് ഓതിയില്ലേ. ഒറിജിനലി ഞാൻ എഴുതിയതോടൊന്ന് പറയുന്ന ശ്രീയേശു നമ്മെ പഠിപ്പിച്ചില്ലേ എന്നാണ് ഞാൻ എഴുതിയത്. പിന്നീട് ആ പദത്തിൻ്റെ ഒരു പാടുമ്പോൾ ഉണ്ടാകാൻ ഒരു ചെറിയ ഒരു സുഖം, ഒരു ഒഴുക്ക് വരാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഞാൻ ഓതിയില്ലേ എന്നാക്കിയത്. അത് വളരെ ശരിയായൊരു കാര്യമല്ലേ. എല്ലാം ക്ഷമിക്കാൻ നമുക്ക് കഴിയും, എല്ലാം സഹിക്കാൻ നമുക്ക് കഴിയും. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയിൽപ്പെട്ട ചില കാര്യങ്ങളാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ. ഒന്ന്, എന്തും സഹിക്കാൻ, അതിന് ഇന്നതൊന്നില്ല. നമ്മൾ സഹിക്കുന്നതിന് ചിലതൊക്കെ സഹിക്കാൻ വയ്യ എന്ന് പറയാൻ, എന്തും സഹിക്കാൻ, എന്തും ക്ഷമിക്കാൻ, ആരോട് ക്ഷമിക്കാൻ. കാരണം അത് ഒരു വാക്ക് പറയുന്നതല്ല. എന്തുകൊണ്ടാണ് നമ്മൾ ക്ഷമിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മളെ തീർച്ചയായിട്ടും ഉപദ്രവിക്കുന്നവരും വിഷമിപ്പിക്കുന്നവരും കണ്ണുനീര് കുടിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. നമ്മൾ മനുഷ്യരായതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കണ്ണീര് കുടിക്കും, വിഷമിക്കും, സങ്കടപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷേ നമുക്ക് അവരോടൊരു വിരോധം വരത്തില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എന്നെ പേഴ്സണലി പറയാം, എനിക്കൊരു വിരോധം വരികയില്ല അവരോട്. കാരണം അവർ സാധുക്കളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പിന്നിൽ പിശാച് പ്രവർത്തിക്കുക, അവരെ ഉപയോഗിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എപ്പോഴും അവർക്കൊരു ദോഷവും വരരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും മാനസാന്തരം വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. അത്രയേ ഉള്ളൂ. എനിക്ക് ഇത് സത്യസന്ധമായി പറയുന്ന ഒരു കാര്യമാണ്. ഒരു മനുഷ്യരോടും, എത്ര ഉപദ്രവിക്കുന്നവരോടും എനിക്കൊരു പിണക്കം തോന്നുകയില്ല. ഒരു വാക്കൂടെ പറയുന്നതല്ലായിരിക്കും. കർത്താവിൻ്റെ ദാസനെ, നമ്മൾ ഈ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാം, ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരാൾ മുന്നേ നിന്നാലും നമ്മൾ ബ്രേക്ക് ചെയ്യത്തില്ല. ഡ്രൈവർ നമ്മളെ പഠിപ്പിക്കുന്ന ആൾ തലക്കിട്ടുകൊണ്ട് കൊട്ടുകയൊക്കെ ചെയ്യണം. പക്ഷെ കുറേ നാൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ പോലും അറിയുന്നില്ല ബ്രേക്ക് ചെയ്യുന്നത്. ഒരാവശ്യം വരുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. ഇതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് വരുമ്പോൾ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്തെങ്കിലല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പാലിക്കാൻ ശ്രമിച്ച് കുറേ കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആരോടും ഒരു ദേഷ്യമോ പിണക്കമോ എത്ര ഉപദ്രവിക്കുന്നവരുടെയും നമുക്കൊരു പക്ഷേ മുന്നോട്ട് ജീവിക്കാൻ വയ്യാത്ത തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകും. പക്ഷേ ഒരു പിണക്കവും തോന്നത്തില്ല എന്നുള്ളത് സത്യം. ഞാൻ എന്തെങ്കിലും വിഷമം എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ളവരുടെ ലിസ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യെസ്, സത്യത്തിൽ ശത്രുവിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവായ യേശു. അതെനിക്ക് തോന്നുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ സ്വാധീനിക്കപ്പെട്ട ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ഒരു ശത്രുവിനെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. ബാക്കി എല്ലാവരും ഒരു ശത്രു ഉണ്ടെങ്കിൽ ശത്രുവിനിട്ട് എങ്ങനെയാലും ഒരു പണി കൊടുക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതാണ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ സുവിശേഷം നമ്മൾ ഒരാളോട് പറയുമ്പം അവർ ക്രിസ്ത്യാനിയായി മാറുന്നെങ്കിൽ പുറമേ നിന്ന് ചിന്തിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് അത് മതപരിവർത്തനം എന്നാണ്. പക്ഷേ ഈ ദൈവത്തിൻ്റെ വചനം അത് വളരെ ശക്തിയുള്ളതാണ്. അത് ഇരുവായത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് ഹൃദയങ്ങളെ തുളച്ച് ഇറങ്ങുന്നതാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ടാണ് ആളുകൾ മാറ്റം സംഭവിക്കുന്നതെന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ അവർ ഇങ്ങനെയുള്ള അറ്റാക്കിന് മുതിരുന്നതെന്ന് ഞാൻ വിചാരിക്കുക.
അടുത്ത സ്റ്റാൻസയിലെ വരികളും എനിക്ക് ഭയങ്കര ആകർഷകമായി തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അയൽക്കാരെ നമ്മൾ സ്നേഹിക്കാതെ എങ്ങനെ ദൈവത്തെ സ്നേഹിച്ചിടും. അതിനോട് ചേർന്നല്ലേ ക്രിസ്തുവിൻ താഴ്മ ധരിച്ചിടണം, എളിയവരെ നാം മാനിക്കണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് ക്രിസ്തുയേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ, ഏത് ഭാവമാണെന്ന് പറയുമ്പോൾ ഈ താഴ്മ. അതുപോലെ തന്നെ നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുമ്പം യേശു ക്രിസ്തു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നിട്ട് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന കാണുന്നുണ്ട്. അപ്പം താഴ്മയുടെ ശരിക്കും പറഞ്ഞ ഒരാളുടെ രൂപമാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. അപ്പോൾ ഈ ഗാനത്തിൽ ആ ക്രിസ്തുവിൻ താഴ്മ നാം ധരിച്ചിടണം എന്ന് പറയുമ്പോൾ അത് എന്താണ് അങ്ങനെ എഴുതാൻ അന്ന് പ്രേരകമായത്? വാസ്തവത്തിൽ അത് അന്ന് എന്തുകൊണ്ട് എഴുതി എന്നുള്ളത് അറിയത്തില്ല. ഇത് മനഃപൂർവ്വം നമ്മൾ എഴുതുമല്ലല്ലോ, കർത്താവ് തരുന്നു നമ്മൾ എഴുതുന്നല്ലേ. പക്ഷേ അതെൻ്റെ ജീവിത സ്വഭാവം തന്നെയാണ്. മറ്റുള്ളവരെ നമ്മളെക്കാട്ടി ശ്രേഷ്ഠരായിട്ട് എണ്ണുക എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠരായിട്ട് എണ്ണുന്നു എന്നല്ല, നമ്മളെക്കാൾ വിദ്യാഭ്യാസത്തിലോ കഴിവിലോ പണത്തിലോ ഈവൻ പ്രായത്തിൽ കുറഞ്ഞവരെ പോലും ബഹുമാനിക്കാൻ എൻ്റെ ഹൃദയത്തിൽ ശക്തമായ പ്രേരണയുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാൾ. ഇത് തന്നെ കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകിയ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ, അതറിഞ്ഞുകൊണ്ടല്ല ശരിക്കും, അന്ന് ഞാനത് മനസ്സിലാക്കിക്കൊണ്ടല്ല അത് എഴുതിയിരിക്കുന്നത്. ദൈവാത്മാവ് തന്നു എഴുതിയെന്നുള്ളത്. പക്ഷേ പിന്നീട് ഞാൻ കർത്താവിൻ്റെ ആ ഭാവം പഠിച്ചിട്ടുണ്ട്. ഒരു വാക്ക് ഞാനിവിടെ പറഞ്ഞാൽ, ഈ കർത്താവ് നമ്മളിപ്പോൾ പറഞ്ഞ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ എന്നെ ആകർഷിച്ച ഒരു പദം പറയാനാണ് വരുന്നത്. ദാസരൂപമെടുത്തു മനുഷ്യനായി വിളങ്ങി എന്നൊരു പ്രയോഗമുണ്ട് അവിടെ. ഈ വിളങ്ങി എന്നുള്ളത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഷൈൻ ചെയ്തതെന്നാണ് പറയുന്നത്. എല്ലാവരും ഷൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അവരുടെ മഹത്വത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള. പക്ഷേ താഴ്മയിൽ ഷൈൻ ചെയ്ത ഒരാളാണ് കർത്താവ്. എല്ലാ മനുഷ്യരും മറ്റെന്തെങ്കിലും അവരുടെ പ്രൗഢി കാണിച്ച് ഷൈൻ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. ആ സ്ഥാനത്ത് കർത്താവ് താഴ്മയിൽ, അതെന്നെ വളരെ ആകർഷിച്ചതാണ്. അതുകൊണ്ട് തന്നെ എന്നെക്കാട്ടിൽ പ്രായം കുറഞ്ഞ ചിലർ വരുമ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. അവരെന്നോട് ഞങ്ങളെക്കാട്ടി പ്രായമുള്ള ആളല്ലേ, അവിടെ എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ടോ? പത്രോസിൻ്റെ ലേഖനത്തിലൊരു 5-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട്, ഇളയവരെ മൂപ്പന്മാർക്ക് കീഴ്പ്പെടുവീനെന്ന് പറഞ്ഞിട്ട് അടുത്ത പറയും, നിങ്ങൾ അന്യോന്യം കീഴ്പ്പെടണമെന്നാണ് പറയുക. അപ്പോൾ മൂപ്പന്മാർ ആർക്കും കീഴ്പ്പെടണമെന്നാണ് പറഞ്ഞേക്കുന്നത്, ഇളയവർക്ക്. അവിടെ പ്രായത്തിൻ്റെ ഒന്ന് എടുക്കാം, പല ആശയങ്ങളുണ്ട്. അപ്പോൾ പ്രായം കുറഞ്ഞവരെ പോലും ബഹുമാനിക്കാൻ നമുക്ക് കഴിയണം. ദൈവാത്മാവ് തന്നത് ആണല്ലോ വരികൾ. ഈ പാട്ടിനെക്കുറിച്ച് ഒരു വാക്ക് പറയുന്നത് നല്ലതാണ്. എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് എങ്ങനെയാണോ ദൈവവചനം ദൈവത്തിൻ്റെ ഭക്തന്മാർ രേഖപ്പെടുത്തിയത് അതുപോലെയാണ് ആത്മീയ ഗാനങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ മനഃപൂർവ്വം കുത്തിയിരുന്നങ്ങ് എഴുതുമല്ല. അങ്ങനെ പാട്ടുകൾ അങ്ങനെ അല്ല വേണ്ടത്. പകരം ദൈവാത്മാവ് തരുന്നു, നമ്മളത് എഴുതി വയ്ക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലോകമെമ്പാടുമുള്ള മലയാളി ക്രൈസ്തവർ ഏറ്റുപാടുന്ന അനേക ഗാനങ്ങൾ താങ്കൾക്ക് രചിക്കുവാനായിട്ട് ഇടവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എത്ര ഗാനങ്ങൾ രചിക്കുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്? ഈ ഗാനങ്ങൾ രചിക്കുന്നതിൻ്റെ പിന്നിലെ ദൈവത്തിൻ്റെ പ്രചോദനവും പ്രേരണയും എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒന്ന്, എത്ര ഗാനങ്ങൾ എഴുതിയെന്നുള്ളതിൻ്റെ ഒരു കണക്ക് എൻ്റെ കയ്യിലില്ല. ഒരു സങ്കല്പം പറയാവുന്നല്ലേ ഉള്ളൂ. ഒരു 200-ലധികം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ജനങ്ങൾ സ്വീകരിച്ച് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളെ എൻ്റെ ഓർമ്മയിലും ഉള്ളൂ. ഞാനിങ്ങനെ എഴുതി സൂക്ഷിക്കുന്ന ഒരു രീതിയില്ല. നല്ലതാണ് അത്, പക്ഷേ എനിക്കത് പറ്റിയിട്ടില്ല. പിന്നീട് അതിന് അത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ സ്വീകരിച്ച ഏറ്റുപാടിയിട്ടുള്ള പാട്ടുകൾ, ആ പാട്ടുകൾ സമൂഹത്തിലുണ്ട്. അത് ഏകദേശം ഒരു 50ഓളം ഗാനങ്ങൾ വരും, അത്രയേ ഉള്ളൂ. അതാണ് എൻ്റെ ആ പാട്ടുകളെക്കുറിച്ചുള്ള. പിന്നെ എഴുതുന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, എല്ലാ പാട്ടുകളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് തരുന്നതാണ്. നമ്മളൊരു പാട്ട് എഴുതാനായിട്ട് എഴുതുന്നത് അല്ല. നമ്മൾ നടന്നു പോകുമ്പോൾ ചിലപ്പം ഉറങ്ങാനായിട്ട് പോയിട്ട് കിടക്കുമ്പോഴായിരിക്കും ഇങ്ങനെ വരികൾ കർത്താവ് തരികയാണ്. ചില ആലോചനകൾ നമ്മൾ ദൈവമക്കളായി നമ്മളെപ്പോഴും ആത്മീയ കാര്യങ്ങൾ ധ്യാനിച്ച് ചിന്തിച്ചാണല്ലോ നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ ദൈവാത്മാവ് തരുന്നു, അത് അന്നേരം തന്നെ എഴുതി വെൽക്കുന്ന. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ മസ്കറ്റ് ജോലി ചെയ്യുന്ന കാലത്ത്, അപ്പോൾ അന്ന് രാവിലെ ഓഫീസിൽ വന്നപ്പോൾ കുറേ പ്രശ്നങ്ങൾ. നമുക്കിപ്പോൾ ഒരു ഓഫീസ് ജോലിയിൽ ഇരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഞാനതിൻ്റെ ഏറ്റവും വലിയ
സ്ഥാനത്തായിരിക്കുന്നത്. അപ്പോൾ രാവിലെ വന്നപ്പോൾ എനിക്ക് ഒരു 6-7 പ്രശ്നങ്ങൾ അന്ന് സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളാണ്. ഞാൻ കാറും എടുത്തങ്ങ് ഇറങ്ങി. ആ ഓരോ ഓഫീസുകളിലും ചെന്ന് അവരോട് എല്ലാ സ്ഥലത്തും ചെന്നും ആ പ്രശ്നം പരിഹരിക്കുക. അത് പരിഹരിച്ചിട്ട് തിരിച്ച് ഞാൻ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരികയാണ് ഒരു പാട്ട്. അൻപിൻ ദൈവം എന്നെ നടത്തുന്ന വഴികൾ അത്ഭുതമേ, അവൻ കൃപകൾ എന്നിൽ ചൊരിയുന്നതോ അനൽപ്പമേ എന്നുള്ള ആ പാട്ട് ഇങ്ങനെ വരിക. ആദ്യത്തെ വരി അൻപിൻ ദൈവം എന്നല്ല, എൻ്റെ ദൈവം എന്നെ നടത്തുന്ന വഴികൾ ഇങ്ങനെയാണ്. അപ്പോൾ അത് ഓഫീസിൽ വരുമ്പോഴത്തേക്ക് ആ വരികൾ ചിലപ്പോൾ മനസ്സിൽ നിൽക്കത്തില്ലെന്നറിയാം. അവിടെ തന്നെ നിർത്തി എൻ്റെ ഈ വിസിറ്റിംഗ് കാർഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പുറം ബ്ലാങ്കാണ്, അതെടുത്ത് അപ്പുറത്ത് അവിടെ എഴുതി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ ദൈവം തരുന്നതാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചതിനുള്ള ബന്ധത്തിൽ സന്തോഷിച്ച് ദൈവത്തിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പോൾ തിരികണം അൻപിൻ ദൈവം എന്നെ നടത്തുന്ന വഴികൾ അത്ഭുതമേ, അവൻ കൃപകൾ എന്നിൽ ചൊരിയുന്നതോ അനൽപ്പമേ എന്നുള്ളത്. പിന്നെ അന്ന് എൻ്റെ ദൈവം എന്ന് എഴുതി. അപ്പം ഞാൻ നോക്കുമ്പം ആ പാട്ടിൻ്റെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത 16 വരികളാവുള്ളൂ. 16 വരിയുടെ അക്ഷരങ്ങളും തുടങ്ങുന്നത് ആയില്ല. അങ്ങനെ മനഃപൂർവ്വം ചെയ്തു. പക്ഷേ ആദ്യത്തെ മാത്രം എയാണ്, ഒന്നാമത്തെ വരി എ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൂടെ ഒന്ന് മാറ്റിയാലോ. അങ്ങനെയാണ് എൻ്റെ എന്നുള്ളത് മാറ്റിയിട്ട് അൻപിൻ ദൈവം എന്നാക്കി. എൻ്റെ ദൈവം എന്നുള്ള അൻപിൻ ദൈവം. എനിക്ക് തോന്നുന്നു അത് ആ പാട്ടിന് കുറച്ചുകൂടി ഒരു ആകർഷണവും കൂട്ടിയിട്ടുണ്ട് വാക്ക് വന്നത്. അതെ അതെ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതിൽ നിന്നൊരു കാര്യം എനിക്ക് എടുത്തു പറയാൻ കഴിയുന്നത്, അനേകരും പാട്ടുകൾ എഴുതാൻ വേണ്ടി എഴുതുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ദൈവമക്കൾ പാടാനും ദൈവം മഹത്വം എടുക്കാനും ഉദ്ദേശിക്കുന്ന ഒരു മാധ്യമമാണ് ഗാനങ്ങൾ എന്ന് പറയുന്നത്. അതൊരിക്കലും മനുഷ്യൻ്റെ സ്വന്തമായ ശ്രമത്തിലോ സ്വയത്തിൻ്റെ ഉയർച്ചയിലോ ഉണ്ടാകാൻ പാടില്ല. ഞാനൊരു വാക്ക് അവിടെ പറയുന്നത് നന്നായിരിക്കും. എഴുതാൻ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട്. ഒന്ന്, ദൈവാത്മാവ് എഴുതാനുള്ള പ്രേരണ നമുക്ക് തരുന്നെങ്കിൽ നമ്മൾ എഴുതണം, എഴുതാതിരിക്കരുത്. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് ദൈവം പാട്ട് തരുന്നത് നമുക്ക് പാടാനാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ പാട്ടുകൾ എഴുതുന്നവരുടെ മനസ്സിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർ പാടുന്നില്ലല്ലോ, അവർ പാടുന്നില്ല, ഇവിടെ പാടുന്നില്ല, ദുഃഖമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമുക്കൊരു പാട്ട് തരുന്നത് നമ്മൾക്ക് പാടി ആശ്വസിക്കാനോ ദൈവത്തെ മഹത്വപ്പെടുത്താനോ സന്തോഷിക്കാനോ. അത് പിൽക്കാലത്ത് ആരെങ്കിലും പാടുന്നെങ്കിൽ സന്തോഷം, അത് പഠിപ്പിക്കാനൊരു അവസരം കിട്ടിയാൽ പഠിപ്പിക്കുന്നത് സന്തോഷം. അല്ലാതെ മറ്റുള്ളവർ പാടണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെ പാട്ട് എഴുതരുത്. ദൈവം തരുന്നു, ദൈവം പാട്ട് എഴുതാൻ കൃപ തന്നാൽ എഴുതിക്കോണം, അത് നമുക്ക് വേണ്ടിയാണെന്ന് ഓർത്തോണം. മറ്റുള്ളവർ പാടുന്നെങ്കിൽ നല്ലത്, സന്തോഷം, ദൈവത്തിന് മഹത്വം കൊടുക്കുക, അത്രയാണ്. ആ നിലയിൽ ചിന്തിക്കണം. അതെ. ഇപ്പോൾ ഗാനരചന കൂടാതെ താങ്കളൊരു ബൈബിൾ ടീച്ചറാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഏതെല്ലാം മേഖലകളിലാണ് ദൈവം തൻ്റെ ശുശ്രൂഷകളിൽ താങ്കൾ ഉപയോഗിക്കുന്നത്? വാസ്തവത്തിൽ ഗാനരചന എന്നുള്ളതൊരു ശുശ്രൂഷയായിട്ട് അല്ല ഞാൻ കാണുന്നത്. അതിപ്പം കർത്താവിൻ്റെ ദാസൻ ആ കാര്യങ്ങൾ ഓർപ്പിച്ചു. ശരിയാണ്, പല പാട്ടുകൾ എഴുതാൻ ദൈവം കൃപ വന്നിട്ടുണ്ട്. ആ സമൂഹത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ അധികം പേരും അങ്ങനെ ചിന്തിക്കുന്നുമുണ്ട്. അതല്ല പ്രധാനമായിട്ടുള്ള ശുശ്രൂഷ. അത് ചർച്ച് പ്ലാന്റിംഗ് ആണ്. അതായത് കർത്താവ് എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, നേരത്തെ ഞാനൊന്ന് ഓർപ്പിച്ചായിരുന്നു, നമ്മുടെ സഭയില്ലാത്ത, നമ്മുടെ പ്രവർത്തനങ്ങളില്ലാത്ത, ഒരു വിശ്വാസി പോലും ഇല്ലാത്ത അങ്ങനെ ഒരു സ്ഥലത്ത് പോയി വീടുകൾ കയറി ഇറങ്ങി സുവിശേഷം പറയാൻ. അപ്പം ഞാൻ ഇങ്ങനെ ദൈവം അവിടെ പോയി പ്രവർത്തിക്കാൻ പറയുമ്പോൾ, ദൈവമേ എനിക്ക് പ്രവർത്തിക്കാനൊന്നും അങ്ങനെയുള്ള കഴിവും അറിവില്ല എന്ന് ദൈവത്തോട് നമുക്ക് അപ്പനോട് പറയുന്ന പോലെ പറയാമല്ലോ. പറഞ്ഞപ്പോൾ ദൈവം നിനക്കറിയാവുന്ന സുവിശേഷം അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ കൂടെ ഒരാളെ കൂടെ കൊണ്ടുപോകണം. ദൈവഭക്തനായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വളരെ താല്പര്യമുള്ള സമർപ്പണമുള്ള ഒരു ദൈവദാസനോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തു. കർത്താവ് ഈ നിലയിലൊരു ആലോചന എനിക്ക് തന്നിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് എടത്വ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. പല സ്ഥലത്ത് പോയി ഇന്ന് പ്രാർത്ഥിച്ചു, പക്ഷേ വെളിച്ചം കിട്ടിയത് ഇവിടെ പ്രവർത്തിക്കാൻ. അവിടെ ഏകദേശം 2 വർഷത്തോളം വീടുകൾ കയറി ഇറങ്ങി പ്രവർത്തിച്ചപ്പോൾ 2 പേര് വിശ്വാസത്തിലേക്ക് വന്നു. ആ 2 പേരുമായിട്ടാണ് അവിടെ ഒരു കൂടിവരവ് ആരംഭിച്ചത്. കർത്താവ് ഇന്നതിനെ കൃപ നൽകി. അവിടുത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടിപ്പം ഏകദേശം ഒരു 31ഓളം കുടുംബങ്ങൾ ഇപ്പോൾ അവിടെ കർത്താവിനെ ആരാധിക്കുന്നുണ്ട്. ആരാധിക്കാൻ ആവശ്യമായിട്ടുള്ള സഭാഹോളും അനുബന്ധ കാര്യങ്ങളെല്ലാം കർത്താവ് തന്നിട്ടുണ്ട്. അതാണ് എൻ്റെ മിനിസ്ട്രി. ശരിക്കും അവരുടെ കൂടെ നിന്ന് അവരുടെ കണ്ണുനീരും അവരുടെ സങ്കടവും അവരുടെ സന്തോഷവും ഒക്കെ അനുഭവിച്ച് അവരിൽ ഒരാളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവമാണ്. അതാണ് എൻ്റെ ശുശ്രൂഷ. ആ സഭയുടെ കാര്യങ്ങൾ അല്ലാതെ മറ്റൊന്നിനും ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പോലും എൻ്റെ മക്കൾ ചിലപ്പോൾ അവർ
ചിലപ്പോൾ പരാതി പോലെ പറഞ്ഞിട്ടുണ്ട്. പരാതി എന്ന് പറയുന്നത് പരാതി അല്ലത്. അവർ പറയുന്നത് സഭയിലുള്ള കുഞ്ഞുങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവരുടെ എല്ലാ കാര്യങ്ങളും അറിയാം. ഡാഡിക്ക് പലപ്പോഴും ഞങ്ങളുടെ കാര്യങ്ങൾ അത്ര അറിയത്തില്ലെന്ന് പറയത്തക്കവണ്ണം ശരിക്കും സഭയിൽ ഞാൻ ഇൻവോൾവ് ആണ്. അവസാനമായിട്ടൊരു ചോദ്യം കൂടെ. നമ്മുടെ ഈ ഗാനത്തിൻ്റെ പ്രമേയം സ്നേഹം എന്നുള്ളതായിരുന്നു. അതെ. ഒന്ന്, ജീവൻ തന്ന് സ്നേഹിച്ച യേശുക്രിസ്തുവിൻ്റെ സ്നേഹം, അവിടുത്തെ കൽപ്പനയായ അന്യോന്യം സ്നേഹിക്കുവിൻ എന്നുള്ള പരസ്പരമുള്ള സ്നേഹം. അപ്പോൾ അത് ആ സ്നേഹം കിട്ടാൻ കൊതിക്കുന്ന അനേക ആളുകളുണ്ട്. ഒരു പക്ഷെങ്കിൽ പാപത്തിൻ്റെ അടിമത്വത്തിൽ ജീവിക്കുക, അല്ലെങ്കിൽ അസമാധാനത്തിൽ കഴിയുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പലരും ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. അവർക്കെങ്ങനെ ഈ ദൈവത്തിൻ്റെ നല്ല സ്നേഹം രുചിച്ചറിയുവാനായിട്ട് കഴിയും? വളരെ നല്ല ഒരു ചോദ്യമാണത്. ഈ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം എഫേസ് ലേഖനം 3:18 എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുള്ള ഒരു വാക്യമാണത്. അവിടെ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വീതിയുണ്ട്, നീളമുണ്ട്, ഉയരമുണ്ട്, ആഴമുണ്ടെന്നുള്ളതാണ്. ദൈവദാസനെ നമ്മൾ ഏതൊരു അളവെടുത്താലും 3 ഡയമെൻഷനേ ഉള്ളൂ. നീളം ഗുണം വീതി ഗുണം ഉയരം, അല്ലെങ്കിൽ നീളം ഗുണം വീതി ഗുണം ആഴം, ഇങ്ങനെയാണത്. പക്ഷേ ഇവിടെ നീളം, വീതി, ഉയരം, ആഴം, ഇത് 4 ഉണ്ട്. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം. അതെന്താണെന്ന് അറിയുമ്പോൾ എളുപ്പമാണത്. ഒന്ന്, വീതി എന്ന് പറയുന്നത് സകല മനുഷ്യരെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പുറമെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. സകല മനുഷ്യരെ, അതായത് ഒരു വ്യക്തിക്കും പറയാൻ കഴിയുകയില്ല ദൈവം എന്നെ സ്നേഹിക്കുന്ന ഇല്ല എന്ന്, അത്രയ്ക്ക്. അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത് നീളം. ആ നീളം എന്ന് പറഞ്ഞു എന്തു വന്നാലും ആ സ്നേഹം അവസാനിക്കത്തില്ല എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് കർത്താവ് ഒരു ഗാനം എനിക്കന്ന് ഇതുപോലെ സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ്. അതിൻ്റെ ആദ്യത്തെ പല്ലവിയിൽ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്: ഇതുവരെ ആരും സ്നേഹിച്ചില്ല, ഇതുപോലെ ആരും സ്നേഹിക്കില്ല. അടുത്ത 2 വരികളുണ്ട്: ഞാൻ വെറുത്താലും എന്നെ സ്നേഹിച്ചിടും, ഞാൻ വേദനിപ്പിച്ചാലും എന്നെ സ്നേഹിച്ചിടും. അതാണ് എൻ്റെ ആശയം. അങ്ങനെ ഒരു ഗാനം ഇടുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ വെറുത്താലും നമ്മൾ വേദനിപ്പിച്ചാലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമാണ് യേശുക്രിസ്തു സ്നേഹം. അടുത്തത്, ആ സ്നേഹത്തിന് ഉയരമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഉയരത്തിലെത്തിക്കുന്ന സ്നേഹം. ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവം എവിടെ ഇരിക്കുന്നോ, യേശുക്രിസ്തു എവിടെ ഇരിക്കുന്നോ അവിടെ നമ്മളെ ഇരുത്തണം. അതാണ് ഈ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അതാണ് ആ ഉയരം. പിന്നെ ആഴം, നമ്മൾ എവിടെ കിടക്കുന്നോ അവിടെ വന്നാ സ്നേഹിക്കുന്നത്. സ്വർഗത്തിൽ ഇരുന്ന് വേണേൽ യേശുക്രിസ്തുവിനെ നമ്മളെ സ്നേഹിക്കാമായിരുന്നു. പക്ഷേ സ്വർഗത്തിൽ ഇരിക്കാതെ നമ്മളെ സ്നേഹിച്ചിട്ട് നമ്മളിൽ ഒരാളായി, ഇതിനെക്കാട്ടിൽ നമ്മൾ ഇപ്പോൾ പെറ്റ്സിനെയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കണം, പൂച്ച സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി, നിനക്ക് കൂടുതൽ സ്നേഹിക്കണം, നിനക്കൂടെ പൂച്ചയാകാമെന്ന് ചോദിച്ചാൽ ഒരിക്കലും സമ്മതിക്കുകയില്ല. തത്തെ സ്നേഹിക്കുന്നവരുണ്ട്. ചോദിച്ചാൽ അയ്യോ അത് വേണ്ട, ഞാൻ ഇങ്ങനെ സ്നേഹിച്ചോളൂ. പക്ഷേ യേശുക്രിസ്തു മനുഷ്യനായി നമ്മിലൊരാളെ പോലെ നമ്മുടെ നടുവിലേക്ക് വന്ന് നമ്മളെ സ്നേഹിച്ചതാണ്. അതാണ് ആ സ്നേഹത്തിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. ഇനിയും എങ്ങനെ ആ സ്നേഹം രുചിച്ചറിയാൻ കഴിയുന്നു ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആദ്യത്തേതുണ്ടല്ലോ, ആ സ്നേഹത്തിൻ്റെ വീതി എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ യേശു കർത്താവ് ഇങ്ങനെ കൈ വിരിച്ച് നിൽക്കുകയാണ്. തൻ്റെ സ്നേഹം ആരിലേക്കും പകരത്തക്കവണ്ണം കൈ വിരിച്ച് ഇങ്ങനെ നിൽക്കുക. എല്ലാവർക്കും വേണ്ടിയാ ക്രൂശിൽ മരിച്ചത്, എല്ലാവർക്കും വേണ്ടിയാ. എന്നിട്ട് ആ സ്നേഹം നീ രുചിച്ചറി, നീ എൻ്റെ അടുക്കലേക്ക് വാ, വാരി പുണരാൻ തയ്യാറാണ്. നമ്മളറിയാമല്ലോ, സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകം എന്ന് പറയുന്നത് വാരി പുണരുക എന്നുള്ളത്. ഇരു കൈയും നിവർത്തി നിൽക്കുക. ആർക്കും നമ്മുടെ കർത്താവിന് ഉച്ച നീചത്വങ്ങളൊന്നും ഇല്ല. അറിവുള്ളവൻ അറിവില്ലാത്തവൻ, ഇന്ന ഭാഷ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ സാറിന് പറയും, ജാതി മത വർഗ വർണ്ണ ഭാഷാ വ്യത്യാസം ഒന്നുമില്ല. അതുകൊണ്ട് ആർക്കും ആ സ്നേഹം ഇങ്ങനെ തന്നിരിക്കുകയാണ്. അത് നമ്മൾ സമർപ്പിക്കാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ. ആ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ച് കഴിയുമ്പോൾ ആ സ്നേഹം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അത് ആർക്കും എപ്പോഴും ഓപ്പണാണത്, ആ സ്നേഹം. നമ്മൾ കേൾക്കുന്ന പ്രേക്ഷകരിൽ ആരെങ്കിലും ഈ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഈ കർത്താവിനെ അനുഭവിച്ചറിയാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. സ്നേഹത്തിൻ്റെ പ്രാധാന്യം, ആ സ്നേഹം എവിടെ നിന്നാണ് ലഭിച്ചത്, ആ സ്നേഹം എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഇതെല്ലാം ആ ഗാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് അറിയുവാനായിട്ട് കഴിഞ്ഞു. ഈ ഗാനം നിങ്ങൾ കേൾക്കണം, അതിലെ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം എന്ന് ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.